എന്നാൽ ഇത് ഇത്തിരി കട്ടിയാണേ. ചേട്ടാ, ഞാൻ ചെയ്യുന്നത് ഒരു സാമൂഹ്യ സേവനമാ, അറിയാമല്ലോ. ദേ ഇപ്പൊ തന്നെ എങ്ങാണ്ട് നിന്ന് വന്നൊരു നിരപരാധി, ഒരു നിപുണൻ, പുതുക്കോളം ശാന്തയുടെ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടു. പ്രേതത്തിന്റെ കാര്യം പറയുന്നത് ദാസമാഷ് കേൾക്കണ്ട. ദാസമാഷിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ അറിയാം. പക്ഷേങ്കിൽ ദുനിയാവിൽ ജിന്നും ചെയ്താനില്ല എന്ന് പറയുന്നത് വെറും നോസ. ദാസമാഷ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം കാണും. അയ്യോ, എന്തോരം പുസ്തകങ്ങളാ ദാസമാഷ് വായിച്ചു കൂട്ടണത്. ജാസ്തി വായിച്ചാ പിരാന്ത് കൂടും. പോണോർന്ന് നിന്നോടല്ല, അയാളോടാ. എടോ, തനിക്ക് ദാസമാഷെ പറ്റി എന്തറിയാം? അങ്ങേരെ ഓരോ ലോകകാര്യങ്ങൾ പറയുന്ന കേട്ടാ നമ്മൾ അറിയാതെ മൂക്കത്ത് വിരൽ വെച്ചു. പോയിന്റ് മനസ്സിലായോ? എടോ, ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഒന്ന് മനസ്സിലായി. മനസ്സിലായി. കുഞ്ഞിരാമേട്ടനോ? അയ്യപ്പ, നിനക്കെന്താ ഇരവിപ്പിള്ളിയോട് ഇത്ര വൈരാഗ്യം? തുടങ്ങി മതി വിസ്തരിച്ചത്. പരപര വെളുക്കുമ്പോ കയറി അങ്ങ് കുറ്റി അടിച്ചോളൂ. ചായ കുടിച്ചെങ്കിൽ വീട്ടിൽ ചെന്ന് കിടന്നൂടെ? വെറുതെ മനുഷ്യരെ കൊണ്ട് പരദൂഷണം പറയിപ്പിക്കാതെ. ഭാഷ കുളി കഴിഞ്ഞോ മോളെ? ഇല്ല, പല്ല് തേക്കുന്നേ ഉള്ളൂ. പിന്നെ വെളിച്ചെണ്ണ കുപ്പി കണ്ടില്ല എന്ന്. അടുക്കളയിൽ ഇച്ചിരി എടുത്ത് കൊടുക്കായിരുന്നു. കൊടുത്തല്ലോ. മിടുക്കി. ഇഡ്ലി എടുത്ത് വെക്കേ. എന്ത് ചെയ്യും? പാല്. പാലേ? പാലേ. ഒരു5 ഇഡലിയും കൂടി എടുത്ത് വയ്യടി. 3 ഇഡലി കൂടുതൽ ദാസമാസ്റ്റർ കഴിക്കില്ല. മിടുക്കി. കള്ളി. വെള്ളം ചേർക്കാത്ത പാലാ. വെള്ളം അകത്തേക്ക് തരട്ടെ? വേണ്ട, അവിടെ വെച്ചാൽ ഞാൻ എടുത്തോളാം. അങ്ങോട്ട് കൊണ്ടുവന്നല്ലെന്താ? അയ്യോ, പ്രായമായ പെൺപിള്ളേർ ആണുങ്ങളെ കുളിക്കുന്നിടത്ത് വന്ന് നിന്നൂടാ. അയ്യോ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്താലെന്താ? ഉറുമ്പ് അടിക്കൂ? നോക്ക്, കുട്ടികളായ കുറച്ച് അനുസരണയൊക്കെ വേണം. അപ്പൊ ഞാൻ കുട്ടിയാണോ? പിന്നല്ലാതെ. അപ്പൊ പ്രായമായ പെണ്ണാണ്, ആണുങ്ങൾ കുളിക്കുന്നിടത്ത് വന്നൂടാ എന്നൊക്കെ മുമ്പേ പറഞ്ഞതോ? അത് ഞാനപ്പോ പറഞ്ഞതല്ലേ. തരം പോലെ വർത്താനം പറയും. അങ്ങനെയാ ആമ്പിള്ളേര്. ആളുകൾ ഓരോന്ന് കിട്ടാൻ നോക്കി നടക്കുക, മനുഷ്യനെ പറ്റി അധികം പറഞ്ഞ് നാറ്റിക്കാൻ. മോള് ചെല്ലേ, ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ. ചെല്ലേ. വൈകുന്നേരം സ്കൂളിൽ വിട്ടാ മാഷക്ക് നേരം ഇങ്ങോട്ട് പോകുന്നല്ലെന്താ? എന്റെ ട്യൂഷൻ മുടങ്ങാൻ പാടില്ലെന്ന് അച്ഛൻ പറഞ്ഞു. ഇപ്രാവശ്യം ഞാൻ എന്തായാലും പാസ്സാവും. എന്താ പാസ്സാവുന്ന? വൈകുന്നേരം വേഗം വരുമോ? നോക്കട്ടെ. നോക്കിയാ പോരാ, വരണം. വരാം. നിങ്ങൾക്ക് എന്താ മാഷെ, പ്രാന്തുണ്ടാ? നിങ്ങൾ യുക്തിവാദിയാണെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ ആ കാര്യം പുതുശ്ശേരി തറവാട്ടിൽ കുടിയിരിക്കുന്ന പ്രേതങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. പ്രേതവും മണ്ണാങ്കട്ടി. ആ വീട് ഇടിച്ചു പൊളിച്ചാൽ എത്രായിരം രൂപ തല കിട്ടുമെന്നറിയാമോ? ഞാൻ വെറും മണ്ടനൊന്നുമല്ല. എനിക്ക് സൗകര്യമുള്ളപ്പോ പണം കൊടുത്ത് തീർത്താൽ മതിയെന്ന് അങ്ങനെ പറഞ്ഞത്. മാത്രമല്ല, ഞാൻ ഈ കച്ചവടത്തിൽ സമ്മതിച്ചുകൊണ്ടാ നിങ്ങളുടെ പേരുള്ള കേസ് പിൻവലിക്കാൻ അങ്ങനെ സമ്മതിച്ചത്. ഞങ്ങളെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ തല കൊണ്ടുപോയി പ്രേതത്തിന് കൊടുക്കണോ മാഷേ? അതിപ്പോ ഇതൊന്നും ഇല്ലേലും സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഊരിപ്പോരും. അത് വേറെ കാര്യം. പോയിന്റ് മനസ്സിലായ? എന്നിട്ട് ഈ ധൈര്യം പോലീസിനെ കണ്ടപ്പോ കണ്ടില്ലല്ലോ അയ്യപ്പ. ദേ, 4 പേര് കൂടുമ്പോ ഒരുമാതിരി മറ്റേ വർത്തമാനം പറയുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 10 കാശ് എന്നിട്ട് മതി മറ്റു കാര്യം. പുല്ലോ? പുല്ല് കളി. കാര്യമായിട്ട് സംസാരിക്കുമ്പോ അലമ്പുണ്ടാക്കാണ്ടിരിക്കേണ്ട പിള്ളാച്ച. അല്ല, എത്ര ഉറുപ്പ്യൊക്കെ കച്ചവടം ഉറപ്പിച്ചേ? രൂപയൊക്കെ വളരെ കുറച്ചേ വേണ്ടു. എന്തെങ്കിലും ഒരു പ്രശ്നമില്ലെങ്കിൽ ആ കാട്ടുകള്ളൻ വീട് നഷ്ടത്തിന് വിൽക്കുമെന്ന് മാഷിക്ക് തോന്നുന്നുണ്ടോ?
ജ്യോത്സ്യവിധി പ്രകാരം ആ വീട് താമസിക്കാൻ കൊള്ളില്ല എന്ന് തെളിഞ്ഞപ്പോഴാണ് അവൻ വിൽക്കാൻ തീരുമാനിച്ചത്. പോയിന്റ് മനസ്സിലായ? ചെലവാകാത്ത ഒരു സാധനം തലയെ കെട്ടിവെക്കാൻ അത്ര അന്തസ്സില്ലാത്തൊന്നും അല്ല ഇരുപിള്ള ചേട്ടൻ. അന്തസ് തെണ്ടി തിരിഞ്ഞ് നടന്നവനല്ലേ അന്തസ്. എന്റെ ഇഡലിയും പൂട്ടില്ലായിരുന്നെങ്കിൽ അവൻ പണ്ടേ പട്ടിണി കിടന്ന് ചത്തേനെ. മാഷക്കറിയോ? പുതുശ്ശേരി തറവാട്ടിലെ ബാല്യക്കാരനായിരുന്നു ഇരവി. അന്ന് വെറും രവിയായിരുന്നു, ഇപ്പോഴല്ലേ ഇരവിയായത്. മന്ത്രവാദം ചെയ്തല്ലേ കാർത്തിയാനിയമ്മയെ വശത്താക്കിയത്. 7 മാസം ഗർഭം വയറ്റിലുള്ളപ്പോഴാ കല്യാണം കഴിച്ചു കൊടുത്തത്. ഏതല്ല 4. ആ കാര്യം എന്നേക്കാൾ കൃത്യമായിട്ട് കുഞ്ഞിരാമൻ ചേട്ടൻ അറിയാം. ഞാൻ പറഞ്ഞ പോയിന്റ് എല്ലാം സത്യമല്ലേ ചേട്ടാ? അല്ലേ? അയ്യപ്പൻ ബിടായി അടിക്കുമെങ്കിലും അതെ, ഈ പറഞ്ഞതൊക്കെ സത്യമാ മാസ്റ്ററെ. കേട്ടല്ലോ മാഷേ, അറിഞ്ഞുകൊണ്ട് കുഴിച്ചാടരുത്, അവൻ ചതിയനാ. നിങ്ങൾക്ക് വല്ല അപകടം പറ്റാൻ ഞങ്ങൾക്ക് സങ്കടമുള്ള കാര്യമാണ്. എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല, നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കുന്നു. വരാനുള്ളത് വഴി തങ്ങൂലല്ലോ. മാഷയുടെ വിധി അതാണെങ്കിൽ നമ്മൾ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? തീർന്ന പക്ഷേ ഇയാൾ ചവിട്ടിക്കും. വരട്ടെ. ദൂരെയൊന്നും അല്ലല്ലോ, അടുത്തല്ലേ, ഇടയ്ക്കിടയ്ക്ക് വരാം. വരട്ടെ അവിടെ വരട്ടെ ഏട്ടാ. അല്ല, എന്നാ ഞാൻ പോട്ടെ മാഷേ. ഓ, ഇടയ്ക്കിടയ്ക്ക് വരണം. വരാം. മാഷേ, ഓ, അത്യാവശ്യം ഇരിക്കാനും കിടക്കാനും വേണ്ടിയുള്ള ചില ഉപകരണങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒന്നാം തരം കരിവീട്ടിയിൽ തീർത്ത ആനക്കുട്ടികൾ, ദാരുശില്പങ്ങൾ, ഇതെല്ലാം ഇനി മാഷർക്കുള്ളതാ. ഈ തറവാട് മാഷ് സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിക്കൊള്ളണം. ഒരിക്കലും നോവിക്കരുത്, വിൽക്കരുത്, ഇടിച്ചു പൊളിച്ച് കളയുകയും വരുത്. പോട്ടെ. റാണി ഉറങ്ങിയോ? അവൾക്ക് വലിയ വിഷമമുണ്ടെന്നാ തോന്നുന്നത്. മാഷൊരു മര്യാദക്കാരനായിരുന്നു. ചായപ്പിന്റെ അകത്ത് കേറിയ അങ്ങനെ ഒരാൾ അവിടെ കഴിഞ്ഞിരുന്നു എന്ന് പുറത്താരും അറിഞ്ഞിരുന്നില്ല. വില കണക്കാക്കിയിട്ടല്ല, ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണല്ലോ ദിവസവും പാല് കാച്ചി കൊടുത്തോണ്ടിരുന്നത്. എല്ലാം വെള്ളത്തിലായോ എന്റെ പൊന്നു ചാലു? പെണ്ണിനെ ഇഷ്ടമാണേലും അല്ലേലും ഒന്നും പുറത്ത് പ്രകടിപ്പിക്കാത്ത തരക്കാരനാ. നിങ്ങൾക്കൊന്ന് ചോദിച്ചു നോക്കിയാൽ എന്താ? എനിക്കൊരു സംശയമുണ്ട് ജാനു. ആ കള്ളന ലവലാതി പിള്ളക്ക് മോളെ മാഷ തലയെ കെട്ടിവെച്ചു കൊടുക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ എന്ന്? ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും വിശ്വാസത്തിൽ ആ ഭാർഗവി നിലയം മാഷക്ക് എഴുതി കൊടുക്കോ? അങ്ങേര് വലിയ പണക്കാരൻ, മോൾക്കൊരു ചെറുക്കനെ കിട്ടാൻ എന്തോന്ന് അത്ര പാട്? മാഷയുടെ വില നിനക്ക് അറിഞ്ഞൂടാ. അങ്ങേരെ പോലെ അന്തസ്സുള്ള എത്ര പേരുണ്ട് ഈ നാട്ടില്? നീ മാഷൊന്ന് ചോദിക്കേ, റാണി ഇഷ്ടമാണോന്ന്? അത് ചോദിക്കാനൊന്നുമില്ല. പെണ്ണിന്റെ മട്ട് കണ്ടറിഞ്ഞൂടെ? എന്നെ എപ്പ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് നിനക്കൊന്ന് ചോദിക്കാവോ? നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താ? നിനക്ക് ചോദിച്ചാൽ എന്താ? നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താന്ന്? നിനക്ക് ചോദിച്ചാൽ എന്താ? നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താന്ന്? നിനക്ക് ചോദിച്ചാൽ എന്താടി? നിങ്ങൾ ചോദിച്ചാൽ മതി. ദാസൻ അറിയാമോ, ഞാൻ എന്റെ റിസർച്ചിന് വേണ്ടി കേരളത്തിലെ ഒട്ടേറെ കൊട്ടാരങ്ങളിലും ഗുഹകളിലും ഒക്കെ ചെന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ വാസ്തുകലാശില്പത്തിന്റെ മറ്റൊരു മുഖമാണിത്. ഐ തിങ്ക് ഇറ്റ് ഇസ് മോർ ദാൻ 500 years old.
ആയിക്കോടുന്നില്ല. ഇൻ 1498 1498 വാസ്കോഡിഗാമ കേരളത്തിൽ കാലുകുത്തുന്നതിന് മുമ്പ് തന്നെ പരമ്പരാഗത വാസ്തുകല ഇവിടെ സജീവമായിരുന്നു എന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ ജസ്റ്റ് പ്രൂവ് ഇറ്റ്. അപ്പൊ നീ പറയുന്നത് ഈ കാണുന്നതൊക്കെ വളരെ അമൂല്യമാണെന്നാണോ? അമൂല്യവും അപൂർവവും. ചേടാ, വഴിയേ പോയ ഒരു വയ്യാവേലി വലിച്ച് തലേ കയറ്റി വെച്ചെന്നും വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഇത് ചേട്ടന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് സ്ഥലമിട്ട ആളും ഒരു മണ്ടൻ തന്നെ. എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ ഒരു മണ്ടനാണ്? അത് പിന്നെ അല്ല, ആ, അതിരിക്കട്ടെ. ആ. ഇതുപോലുള്ളൊരു വീട്ടിൽ പഴക്കം ചെന്ന പല രേഖകളും നാണയങ്ങളും മറ്റും കാണാനിടയുണ്ടല്ലോ. ഉണ്ടാവാം. അതൊക്കെ എവിടെ? ഒക്കെ ഉടമസ്ഥ എടുത്തിട്ട് പോയിട്ടുണ്ടാവും. ആളിപ്പോ എവിടെയാ താമസം? ഇവിടെ അടുത്ത് തന്നെ. എന്നെ അവിടം വരെ കൊണ്ടുപോകും. അതിനെന്താ? ഈ വീടിന്റെ കാലനിർണയത്തിന് സഹായിക്കുന്ന എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. ആരാത്? ആ, നീ ഇതൊക്കെ കണ്ടോണ്ട് ഇവിടെ നിൽക്കേ, ഞാൻ പോയി നോക്കിട്ട് വരാം. റാണി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്താ വീട്ടിൽ വരാത്തെ? ട്യൂഷൻ എടുക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട്? നീ ഇപ്പൊ പോ, ഞാൻ വന്നോളാം. കള്ളം വരൂല്ല, എനിക്കറിയാം. മാഷ് കഷ്ടപ്പെടണ്ട, ഞാൻ ഇങ്ങോട്ട് വന്നോളാം. എനിക്കും അതാ ഇഷ്ടം. അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. റാണി ഇപ്പൊ പൊക്കോളൂ പ്ലീസ്. മാഷ് അവിടുന്ന് പോന്നെ പിന്നെ വല്ലാണ്ട് മെലിഞ്ഞു. ആഹാരം ഒന്നും ശരിയാവാത്തോണ്ടാ, എനിക്കറിയാം. എന്റെ പൊന്നുമോളെ, ഞാൻ എന്ത് വേല ചെയ്യാം. തൽക്കാലം നീ ഒന്ന് പോ. അകത്തെന്റെ അനിയനുണ്ട്, അവനെങ്ങനെ നിന്നെ കണ്ടാലെന്താ? ഞാൻ എങ്ങനെ ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കും? ട്യൂഷൻ എടുത്തില്ലെങ്കിൽ സാരില്ല. ഞാൻ വന്നത് വേറെ വീട്ട് മാഷക്ക് തരാനാ. എന്താ? ഡാ, കോഴിമുട്ടയാ പുഴുങ്ങിയത്. അമ്മ കാണാണ്ടെടുത്ത് കൈ വെച്ചതാ. എനിക്ക് കോഴിയും വേണ്ട, മുട്ടയും വേണ്ട. നീ ഒന്ന് പോ. അവനില്ലേ എന്റെ അനിയൻ, അവനാണ് ബാ പെശകാ. ഇത് വാങ്ങിക്കൊണ്ട് ഞാൻ പോവില്ല. ഞാൻ പോട്ടെ. നാളെ വരാം. ചുമ്മാതല്ല അവധിക്കാലത്ത് നാട്ടിലോട്ട് വരാത്തത്. മനസ്സിലായി. എന്ത് മനസ്സിലായി? അമ്മ കല്യാണക്കാര്യം പറയുമ്പോഴൊക്കെ ഉരുണ്ട് കളിക്കുന്നതിന്റെ രഹസ്യം നിനക്കൊരു ചുക്കും മനസ്സിലായിട്ടില്ല. ദേ, എനിക്കും കാര്യങ്ങൾ കണ്ടാ മനസ്സിലാകുന്ന പ്രായമായി. എന്ന് വെച്ചാ ഞാൻ ഇല്ലാത്തോണ്ട സമ്മതിക്കണോ? ആ, ഈ ദേഷ്യം തന്നെ അസൽ കാമുകന്മാരുടെ ശൈലാണല്ലോ കാണുന്നത്. എടാ, അത് ഞാൻ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലെ പെണ്ണ അയ്യപ്പൻ ചേട്ടന്റെ മോള്. ഒരു വട്ട് കേസാ. ഞാൻ ഇന്ന് എന്നെ അമ്മയ്ക്ക് എഴുതിക്കൊള്ളാം. എന്നാ അങ്ങോട്ട് എഴുത്. ചുമ്മാ പേടിപ്പിക്കുന്നു. അയാളെ മുഴുവൻ നിൽക്കരുത്. എനിക്ക് നമസ്കാരം.